ഗ്യാങ് ഹൗസിന്റെ വീതം ചോദിച്ച ആള് വന്നിരിക്കണ്. അണ്ണാ ഞാൻ ട്രിക്കിങ് പണ്ട് മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. അവരെപ്പോഴോ എന്നോടൊരു ഇഷ്ടം തോന്നി. പിന്നീട് ആ കളി വലിയ കളികളായി മാറി. ട്രിക്കിക്കും വേദിനും ഒരേപോലെ പങ്കുണ്ട്. എനിക്കൊരു സംശയം, രണ്ടും കൂടി ഒരുമിച്ചാണോ ആ സമയത്ത്? എനിക്ക് എന്റെ മോന്റെ അച്ഛനുമാണ് എനിക്ക് പാണീന. അത് മാത്രല്ല 10 കോടി രൂപയും വേണം നഷ്ടപരിഹാരമായിട്ട്. ഞാൻ ഈ കടലിൽ ചാടി ചാവട്ടെ. മുന്നേ അങ്ങനെയാണെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരെങ്കിലും പൈസ ഒന്നും വേണ്ട, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ കുറെ. ബാസവെണ്ണം നട്ട കുറെ വാഴകളിൽ ഒന്നാണ് നീ. മോനെ നമുക്കിടിയെല്ലാം നേരിട്ട് നമ്മൾക്ക് കോടതി വഴി തീർക്കാം. ബാ മോനെ വീട്ടിൽ കയറി. ഇതാണ് നിന്റെ അച്ഛന്റെ വീട്. അത് ഉമ്മല്ല, അത് ഊമല്ലേ. ഈ വേട്ടവനെ വർക്കാനൊരു തീരെ പിടിക്കുന്നില്ല. ഓനെ പല്ലരിച്ച് ഞാൻ തലയിടും ഞാൻ. ഹലോ ഹലോ പറമന്നി. ഇവിടെ ഗ്യാങ് ഹൗസിൽ ഭയങ്കര പ്രശ്നം നടക്കണം. ഗ്യാങ് ഹൗസിന്റെ വീതം ചോദിച്ച ആള് വന്നിരിക്കണ്. ആര്? ട്രിക്കിയുടെ ഭാര്യയും കൊച്ചും. ട്രിക്കിയുടെ ഭാര്യയും കൊച്ചു ഗ്യാങ് ഹൗസ് വീതം ചോദിച്ചു വന്നേക്കുന്ന. ഓ ഞാൻ പറഞ്ഞു അവൻ ആകെ അണ്ടി ഫാക്ടറിയിൽ അണ്ടിയാണ് അവന്റെ വീതം ഉള്ളതെന്ന് പറഞ്ഞു. അവർക്ക് വീട് തന്നെ വേണം. ഞാൻ വരുന്നു. ഈ മലവേടനൊക്കെ കണ്ട മലയിലൊക്കെ പോയി ഓരോത്തോളമാരെ കൊണ്ട് വന്നിട്ട് ഞാൻ വീതം കൊടുക്കാം. ഇതാണ് ഞാൻ ഗ്യാങ്ങിൽ ഒരുത്തരം കെട്ടിക്കാത്ത, മനസ്സിലായ? മുതലാളിത്തി ഇതാണ് ഈ വീട്ടിലെ അടുത്ത മുതുമുത്തച്ഛൻ. ഹലോ, കുട്ടിയുടെ മാമൻ. കുട്ടിയുടെ മാമൻ. മെന്നെ ഒന്ന് വന്നേ. അയ്യോ ട്വിസ്റ്റാണ്. ഇതെന്താ സീൻ? എന്താ ശ്രദ്ധിച്ചാന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഇവിടെയൊക്കെ നമ്മളെ മരത്തിലൊക്കെ ഇടയ്ക്ക് ഒരു ഓട്ട വീണുണ്ടായിരുന്നു മരത്തിലൊക്കെ. അപ്പൊ ഞാൻ ഈ ട്രിക്കിയോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ പ്രത്യേക ഒരു വണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓട്ട എടുത്ത് അതിൽ തുപ്പി വെച്ചിട്ട് പോകുന്നു. മരത്തിൽ ഓട്ട ഇടുന്ന വണ്ട്. വണ്ടി കഴിയുമ്പോ മുണ്ട് വെക്കാണ് കാണിക്കണേ. എന്താ സംഭവം എന്താന്ന് പറഞ്ഞേ? ട്രിക്കിക്ക് ഒരു കൊച്ചുണ്ടായി. അപ്പൊ ആ കൊച്ചു പറയുന്നത് കേറി വലിയ നിലയിലെത്തിയപ്പോ അവൻ ആ പെണ്ണിനെ വേണ്ട കൊച്ചിനെ വേണ്ടെന്നാണ് അവര് പറയണേ. ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം, ഒരു മിനിറ്റ്. മോളെ സംസാരിക്കും. ഈ അമ്മാവനും പറഞ്ഞു പാസ്വേഡ് വന്നാലേ എന്തെങ്കിലും അപ്പൊ കുട്ടിക്ക് ചരിത്രം ഫുൾ അറിയാം. അണ്ണാ ഞാനും ട്രിക്കിയും പണ്ട് മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. അവരെപ്പോഴോ എന്നോടൊരു ഇഷ്ടം തോന്നി. പിന്നീട് ആ കളി വലിയ കളികളായി മാറി. കുട്ടിയുടെ പേരെന്തായിരുന്നു? കളി എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ? അല്ല, പേരെന്തായിരുന്നു? കുട്ടിക്കളി. എന്റെ പേര് റോസി. താഴോട്ടൊന്ന് വന്നേ. അല്ല, അവിടെ ഭയങ്കര ബഹളം. അതാണ് ഞാൻ ഇങ്ങോട്ട് നിക്കാൻ പറഞ്ഞു. പറഞ്ഞോ. അണ്ണാ കളികള് മാറിയപ്പോ കളികള് കാര്യായി. അങ്ങനെ ഒരു ദിവസം ഉത്സവ പറമ്പിൽ വെച്ചിട്ട് ട്രിക്കി എന്നോട് പറഞ്ഞു, വാ നമുക്ക് ആലിൻ മരച്ചോട്ടിലിരുന്ന് സംസാരിക്കാം. അന്നാണെങ്കിൽ നിശാഗന്ധി പൂത്ത നല്ല മണല് അവ നിലാവുള്ള ദിവസമായിരുന്നു. സൂര്യൻ ചന്ദ്രൻ ഉദിച്ചിട്ട് സൂര്യൻ സ്റ്റാർ തിളങ്ങി നിൽക്കുന്ന ദിവസമായിരുന്നു. അന്ന് എന്റെയും അവന്റെയും കൈവിട്ട് പോയ ഒരു ദിവസം ആലിന്റെ പേരില് വെച്ചിട്ട് ഞാനും ട്രിക്കിന്റെ ചന്ദ്രൻ ഉദിച്ചു. അതൊരു പൂർണ്ണ ചന്ദ്രനായിരുന്നു. അതെ. എന്നിട്ട് ആ ദിവസം നമ്മൾ രണ്ടുപേരും അറിയാണ്ട് സംഗമിച്ചപ്പോൾ, പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ മോനുണ്ടായപ്പോ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, തല കണ്ടിട്ട്. പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായത്, വേരിൽ വെച്ചുണ്ടായത് പിന്നെ വേരിന്റെ തലയല്ലാണ്ട് പിന്നെ എന്തെന്നാ ഉണ്ടാവണ്ടേ. ട്രിക്കിക്കും വേരിനും ഒരേപോലെ പങ്കുണ്ട്. എനിക്കൊരു സംശയം, രണ്ടും കൂടി ഒരുമിച്ചാണോ ആ സമയത്ത്? നമ്മുടെ
വീട്ടിലൊക്കെ ജനൽ വെക്കുമ്പോഴേ ഷട്ടറ ലൂസാകുമ്പോ ഇടയിൽ ആപ്പ് പറ്റൂല, ആ പരിപാടിയാണ്. ഇടേ ആ ചെറുക്കന്റെ മോന്ത് അങ്ങനെ ഇരിക്കണേ? അത് പേരിന് പങ്കുണ്ട്. വേരിറങ്ങിയതാ, അതല്ലേ ഞാൻ പറഞ്ഞ വേരിറങ്ങിയതാന്ന്. അല്ല ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്തിനാ വന്നേക്കുന്നത്? ഇപ്പൊ എന്റെ കുട്ടി ചോദിക്കുന്ന അമ്മയെ അംഗൻവാടിയിലെല്ലാം പോകുന്ന സമയത്ത് അച്ഛന്റെ പേര് എഴുതേണ്ട കോളം വരുന്ന സമയത്ത് കുട്ടി എന്നോട് ചോദിക്കുന്നു അച്ഛനാരാ അച്ഛനാരാ അച്ഛന്റെ പേര് പേര് മാത്രമാണെങ്കിൽ പേര് എന്ന് പറയാലോ. ഇതിപ്പോ ട്രിക്കിയും കൂടി ഉണ്ടല്ലോ അതിനകത്ത്. അല്ല അങ്ങനെ രണ്ടുപേര് പേരുണ്ടല്ലോ, മറ്റൊരു പേര് കൊടുക്കണം, ട്രിക്കിന്റെ പേരും കൊടുക്കണം. എനിക്ക് എന്റെ അച്ഛന്റെ അല്ല മോന്റെ അച്ഛനെ വേണം എനിക്ക്, ഹണീന. അത് മാത്രല്ല 10 കോടി രൂപയും വേണം നഷ്ടപരിഹാരമായിട്ട്. നഷ്ടപരിഹാരമായിട്ട് 10 കോടി രൂപയോ? പിന്നില്ലാണ്ട് അന്നങ്ങനെ കാര്യം ചെയ്യ്. നീ താരക്ക് നിന്റെ മോനാന്ന് പറയാ, ഞാനത് തരുവ എന്നാല്. കണ്ട പേര് കയറി ഞങ്ങൾ കീരിയൊക്കെ എന്താ പറയാ ട്രിക്ക് എവിടെ? നീ ഇങ്ങോട്ട് വന്നേ. കെണിയും കൊണ്ട് വരും. നിന്നെയൊക്കെ ഗ്യാങ്ങിലെടുത്തതേ ഗ്യാങ്ങിൽ അടി ഉണ്ടാക്കാനാ, അല്ലാതെ വെളിയിൽ പോയി അടിച്ചിട്ട് അത് ആ ഇവിടെ കൊണ്ടുവരാനല്ല. എടാ നായ കണ്ടവന്മാരൊക്കെ എടുത്ത് പോയിട്ടേ എന്നിട്ട് ഇവിടെ ഗ്യാങ് ഹൗസിന്റെ ഷെയർ ചോദിച്ചു വന്നാൽ എല്ലാത്തിനും ഞാൻ തുപ്പിത്തരും. നീ ഇവിടെ നിൽക്കേ. ഒട്ടം മണ്ണല്ല, ഇങ്ങനത്തെ സാൻഡ്മാൻ ഒന്നും ഉണ്ടാവല്ലേ, മണ്ണ് കയറി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, സൂക്ഷിച്ച് നടക്കണ കുട്ടി, നാളെ മണ്ണ് കയറിയെന്ന് പറഞ്ഞ് വീണ്ടും വരരുത്. ഓ ഇനി അതില് മണ്ണൊന്നും കേറാനില്ല. എന്താ പറയാനുള്ള കുട്ടി? ഇവൻ ഇങ്ങനെയാണ് എന്നോട് നോക്കി ഇവൻ എനിക്ക് നട്ടപ്പാതിരക്ക് എന്നെ മുഖം കണ്ടിട്ടും എന്റെ പലത് കണ്ടിട്ടും എനിക്ക് തിരിച്ചറിഞ്ഞില്ല. ഈ പച്ച പച്ചക്ക് എനിക്ക് എന്റെ മുഖം കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല. എന്നിട്ട് ചേച്ചി മറ്റേ വേറെ കാണിച്ചോടി ചേച്ചി. എന്തോ എന്നെ സഹായിക്കണം വാസുവേട്ട. എനിക്ക് ഇവൻ ഇപ്പോഴും ആ പെണ്ണിനെ വേണമെന്നാന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു വഴി പറഞ്ഞ. ഞാൻ ഈ കടലിൽ ചാടി ചാവട്ടെ. ഞാൻ വെള്ളം വെച്ചിട്ട് ആരും പിടിച്ചു മാറ്റാൻ വരാതെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരെങ്കിലും താ. നിങ്ങളെല്ലാം വലിയ മനസ്സിന് ഉടമകളാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നഷ്ടമുണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചെല്ലാം തന്നില്ലേ? സത്യമാണല്ലോ, നിങ്ങൾ ചോദിച്ചേക്കാൻ തന്നില്ലേ? ചോദിക്കാണ്ട് വന്നതാ എനിക്കിത്. 20 കോടിയോ? അതെ, ഇക്കാലത്ത് ജീവിച്ചു പോകാൻ എന്നെ എത്ര പൈസ വേണം? ഒന്ന് പിഴച്ചു പോകാൻ എന്നെ എത്ര പൈസ വേണം? പിന്നെ പിഴച്ചു പോകാൻ പൈസ വേണമല്ലേ പിഴച്ചു പോയത്? അവൻ ഫ്രീ ആയിട്ടല്ലേ പഠിപ്പിച്ചത്? ആ പിഴയല്ല ഞാൻ ഉദ്ദേശിച്ചത്, പിന്നെ പിഴച്ചു. ഇക്കാലത്ത് പിഴച്ചു പോകാൻ ഒരുപാട് പൈസ വേണമെന്ന്. അതിപ്പോ പൈസ ഒന്നും വേണ്ട, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ കുറെ. അപ്പൊ മാറിയില്ല, നല്ല ആട്ടാട്ടോ. നേരിട്ട് നമ്മൾക്ക് കോടതി വഴി തീർക്കാം. വീട്ടിൽ കയറി, ഇതാണ് നിന്റെ അച്ഛന്റെ വീട്. നൈസായിട്ട് ചൂടാവരുത്, ഒന്നും ചെയ്യരുത്, നൈസായിട്ട് ഡീൽ ചെയ്യാം. വാ 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 വാ. ആ ആട്ടിന്റെ ടുപ്പിൽ ഇപ്പോഴും എന്റെ മോട്ടിരിക്കാ കൊച്ചു. കുട്ടി ഒന്ന് വരുമോ? ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം. കല്യാണം ഉണ്ടോ ബാബു? കല്യാണോ? പിന്നെ നിന്റെ അച്ഛൻ അടിയന്തരത്തിന് ഡ്രസ് ഇട്ടേക്കണം. പോയി കലക്കാരുടെ ഡ്രസ് ഇട്ടിട്ട് വേണം. നമുക്ക് ബെഡ്റൂമിലോട്ട് ഇരുന്നാലോ? എവിടെ വേണേലും ഇരിക്കാം. വീടിന്റെ മുകളിൽ ഇരുന്നതാ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. മലയാളി അതെ ഡ്രസ് മാറിയിട്ടേ നമ്മുടെ അണ്ടി ഫാക്ടറിയിൽ അണ്ടി നോക്കാൻ വേണ്ടിട്ട് ഒരു മഡാമ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നല്ല ഡ്രസ് ചെയ്യുന്നത്. ഓ അണ്ടി നോക്കാൻ വരുന്നോണ്ടാണ് ട്രൗസർ ഇട്ടിട്ട് പോകുന്നത്. ഈസിയാണല്ലോ. അല്ല, എന്റെ ഈ നിക്കറിന്റെ പോക്കറ്റിലാണ് ഞാൻ അണ്ടി എടുത്ത് വെച്ചിരുന്നേ. നിക്കറിന്റെ പോക്കറ്റില് വണ്ടി ഉണ്ടാ? ഇവിടെ ഇല്ല ആൾക്കാർക്കെല്ലാം 2 അണ്ടി കൊണ്ടാണോ നടക്കുന്നത്? അപ്പൊ അയ്യോ, നിങ്ങളെ പോലുള്ളവരല്ലേ 2 രകയോണാണ് നോക്കേണ്ടേ. നിന്റെ എന്തായാലും തികയും തോന്നില്ല.
മാമൂലി കിട്ടി ഇതിനാണ് ഞാൻ കാത്തിരുന്നത് എന്ത് പറയാ മുരളി ഇതിനാണ് ഞാൻ കാത്തിരുന്നത് ഇതാണ് ഞാൻ കാത്തിരുന്നത് നിമിഷം വെട്ടിയിടും കുട്ടി നിങ്ങളെ പറ്റി എന്റെ അടുത്ത് ഹാണി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പൂജാമുറിയിൽ വരെ നിങ്ങളെ മൂപ്പുണ്ട്. ഇപ്പൊ അണ്ടിക്കണക്ക് നിങ്ങളെ പറഞ്ഞ ഞാൻ മനസ്സിലായി. അതിനാ ഞാൻ ആള് മാറിപ്പോയി, സോറി. നിങ്ങളുടെ മുഖമുണ്ട്. ഞാൻ ആ അണ്ടിക്കാരന്റെ മുന്നിൽ പോയി നിന്നുപോയി, സോറി. അണ്ടിക്കാരനാ ബാബു ഇത് നിന്റെ ദോഷാണ്. അണ്ടിക്കാരന് പറഞ്ഞ അഹങ്കാരിക്കേണ്ട കാര്യമാണ്. അതിന്റെ ഇടയ്ക്ക് എന്ത് ഒന്നില്ല കുട്ടി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും സൗന്ദര്യമുള്ള ഞാൻ ദിവസവും രാവിലെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിട്ടാണ് എന്റെ കുഞ്ഞിക്ക് ഉമ്പോ മമ്മോ എല്ലാം മേടിച്ചു ഈ ഉമ്പോ എന്തോ സാധനം ഉമ്പം വെള്ളം വളത്തിന്റെ പേരോ അമ്മ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം നമ്മള്. ഞാൻ ജോലിയാണെന്ന് പറഞ്ഞപ്പോഴേ ഉമ്പം ഒരു ജോലിയാണെന്ന് വിചാരിച്ചു. അത് ഉമ്പല്ല, അത് ഊമ്പല്. അയ്യോ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റൂല. അയ്യോ ഞാൻ പോണേ ഇറങ്ങാൻ പോണേ. വെള്ള കാര്യമുണ്ടോ ഈ ഉമ്പെന്ന് പറഞ്ഞ എന്താ വെള്ളമാണാ? മറ്റേതെന്തുവാ? അമ്പലി അത് ഇനി എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. വർത്താനം എനിക്ക് തീരെ പിടിക്കുന്നില്ല. കുട്ടി എന്നോട് സംസാരിച്ചാൽ അവനോട് സംസാരിക്കണ്ട. അപ്പൊ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പൈസ വേണം. ഒന്നിക്കൽ ഇവനെ എനിക്ക് വിട്ടു തരണം. പണിയെടുത്തിട്ട് വീട്ടിൽ പൈസ കൊണ്ടുവന്നിട്ട് എന്നെ എന്റെ കുട്ടീനെ ഇവൻ പോറ്റണം. അതല്ലാന്നെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. അല്ല ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം ചേച്ചി. തൽക്കാലം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്താനം പറയുമ്പോ ഹെൽമെറ്റ് ഇട്ടിട്ട് വർത്താനം പറയാൻ നല്ലത്. അല്ല ആദ്യം തുപ്പൽ എറിയും മുട്ടാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. തൽക്കാലം ഇവന്റെ ഒരു മുടിയും ആ മറ്റേ ചെറുക്കന്റെ ഒരു കായും പറിച്ചിട്ട് നമ്മുടെ DNA വിടാം. 7 ദിവസം നോക്കാം. മാച്ച് ആവണമെങ്കിൽ നമുക്ക് എന്തായാലും ഇവന്റെ മോന്ത കണ്ടാൽ അറിയില്ല ഇവന്റെ കുട്ടി തന്നെ അത് എന്നുള്ളത്. അല്ല അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അട്ടപ്പാടിയിലെ റൊസാലിയോയും അതേപോലെ ടിവിയിലെ കണ്ണാപ്പി ഒരേപോലെ ഇരിക്കുക. പക്ഷെ ഇതുവരെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അവരുടെ അച്ഛൻ ഒന്നാണെന്നോ അല്ലെങ്കിൽ റൊസാലിയോ കണ്ണാപ്പിയുടെ അച്ഛനാണെന്നോ എന്താ പറയുന്നത്. ഈ ഉത്സവപ്പറമ്പ് വെച്ച് കേറി നടന്ന് ആൽമരത്തിന്റെ മുകളിലെല്ലാം കേറുന്ന ആള് ഞാനാന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല ഞാൻ പറയട്ടെ ഇവൻ എന്തായാലും എടാ നിന്റെ സൂക്കേട് ഞാൻ മാറ്റി തരാം കേട്ടാ. നിന്റെ സൂക്കേട് ഞാൻ മാറ്റി തരാം. ഇവന് തൽക്കാലം ഇത് വണ്ടിയില്ലാത്തോണ്ടാ വണ്ടി കച്ചവടത്തെ കൂട്ടിയത്. നിങ്ങളെ പറഞ്ഞാ മതിയല്ല. ചേച്ചി പോക്കറ്റിന്റെ അകത്തില്ലേ ഉള്ളൂ, വേറെ വെച്ചിട്ടുണ്ട്. നിന്റെ അണ്ടിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞു. എന്റെ ഒരു കിടല ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ശ്യാം സിംഗ്. അപ്പൊ നമുക്ക് ഡോക്ടർ ശ്യാം സിംഗിന്റെ അടുത്ത് ഇവന്റെ ഒരു മുറി. അങ്ങനെയാണെങ്കിൽ നിന്റെ അണ്ടിയുടെ തൂക്കം ഒന്ന് എടുത്ത് വെച്ചോ നീ, നന്നായിരിക്കും. മരല്ല, ഹാണിന്റെ മോനാ അത്. ഹാണി എന്റെ ഹാണിന്റെ മോനാ അത്. നമ്മുടെ ഹാണി തന്നെ പിള്ളേരൊക്കെ വരുന്നേ. ആ ഹണി അങ്ങനെ വന്നൊരു ഹണിയിൽ നിന്ന് വന്നൊരു മോനാ ഇത്. നിങ്ങൾക്കൊരു ഹണിയായിരിക്കും, പക്ഷെ നമുക്കൊരു ഹണിയല്ല കേട്ടാ. നമുക്ക് താല്പര്യമില്ല. അതിന് നിനക്ക് ഹണി വരുത്തുണ്ടെന്ന് ആരാ പറഞ്ഞേ? അത് കുട്ടി ടിവിയുടെ ഗ്യാങ് ഹൗസിൽ അങ്ങനെ പെമ്പിളർ കയറില്ല. ഒന്ന് വരും, ഞാൻ വെളിയിലോട്ട് വിടാം. നിങ്ങൾ എന്തെന്നാ ഇത് ഒരു കഷ്ടപ്പെട്ടിട്ടാ ഇങ്ങനെ. നിങ്ങൾ എന്തൊരു നായി. പരിഹാരം ഉണ്ടാക്കാം. താണോ 2 കോടി 20 കോടി താന്നാ താല്. കൊറേ നേരം ആയല്ലോ കൊണച്ചു കൊടുക്കുന്നു. ഒരു കൊച്ചില്ലേ പോരെ? ഞാൻ കൊച്ചിന്റെ കാര്യമല്ല മോനു, അത് ബോളല്ല. ഇനി ബാ അവിടെ തട്ടി വീഴല്. അവിടെ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. തലയിൽ വീഴും. വരൂ. ഇത് മനസ്സിലായാ? ഈ കണ്ണ് തറ കിടക്കണ ഇത് മനസ്സിലായ?
വാസവണ്ണം നട്ട കൊറേ വാഴകളിൽ ഒന്നാണ് നീയും. ആ ഞാൻ പറയല്ല, ചേച്ചി മാറി നിനക്ക് വാഴ എണ്ണം കൂടും. എന്ത് ഞാനിപ്പോ ഇനി ഇങ്ങോട്ടേക്ക് വന്നനി ഇപ്പൊ നിക്കുന്നുണ്ടില്ലേ ഒരു എക്സ്ട്രാ വാഴ? ഇതെന്തൊരു തയ്യ, വാഴ തയ്യ താഴെ കൂടെ നടക്കണ? വാഴയുടെ കന്ന് എന്റെ മുന്നിൽ നടക്കുന്ന സമയത്ത് തൈനെ പറ്റിട്ട് നീ സംസാരിക്കണം. ജോക്കി നമുക്ക് ശ്യാം സിംഗ് നമ്മുടെ അടുത്ത ആളാ, ഡോക്ടർ ശ്യാം സിംഗ്. പുള്ളിയുടെ കയ്യിൽ ഈ റിസൾട്ട് കൊടുത്താൽ ഈ റിസൾട്ട് കൊടുത്താൽ പുള്ളി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു DNA ടെസ്റ്റ് ഉണ്ടാക്കി തരും. അതൊക്കെ അത്രേ ഉള്ളൂ. അതിന് ഇത്രയും ചെലവില്ല. നൈസായിട്ട് പറഞ്ഞു വിടാം. എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഒരാളുടെ കാര്യം വന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സൈഡൂടെ കേൾക്കണ്ട. നിങ്ങളുടെ സൈഡ് നമ്മൾ കേട്ടു, ഇനി നമ്മുടെ സൈഡൂടെ നിങ്ങൾ കേൾക്കാം. ഓക്കെ, നമുക്കിപ്പോ വേണ്ടത് അവൻ തൽക്കാലം സമ്മതിക്കാത്തടത്തോളം കാലം നമുക്ക് ഇതിനൊരു ഇതുണ്ടാക്കണം. അത് നിങ്ങൾ നിങ്ങളുടെ ചെറുക്കന്റെ കാ എനിക്കൊന്ന് തരണം. ചെക്കന്റെ കാ പറിച്ചു തരാനോ? അപ്പൊ എന്റെ ചെക്കനൊരു കാ ഇല്ലാത്ത ചെക്കനാവില്ലേ? അല്ല, കായോ ഇലയോ നമുക്ക് സാധനം ഇതാക്കണ്ടേ? അതെങ്ങനെ? അത് ഞാൻ തന്നു കഴിഞ്ഞാല് എന്റെ കുട്ടിയും ബാബുവിനെ പോലെ ആവൂലേ? കായില്ലാത്ത കുട്ടിയാവൂലേ? എന്തായാലും അത് നെഗറ്റീവ് ആണെന്നല്ലേ നിങ്ങൾ പറയൂ. ഡോക്ടർ ജാംജിങ്ങിനെ പറ്റി കുട്ടിയെ അന്വേഷിച്ച് നോക്കി. ഈ സിറ്റിയിൽ ഇത്രയും വിദഗ്ധനായ ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ച് തന്ന ഞാൻ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. 20 കോടിയൊന്നുമല്ല, അത്രയും കിടിലനാണ്. ആരോട് ചോദിച്ചാലും അത്ര. നിങ്ങൾ ആ ഡോക്ടർക്ക് പൈസ കൊടുത്തിട്ട് സെറ്റ് കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ കുട്ടിക്ക് വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യണത്. ഇത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത്, അതായത് ഇവനാണ് അച്ഛനെന്ന് അറിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ കുട്ടിയുടെ കൂടെ അവനെ വിടും. നിങ്ങളെ ഞാൻ ദൈവത്തിനെ പോലെയാ ഞാൻ കാണുന്നത്. എനിക്ക് അത് കേട്ടാ മതി. വാസുവണ്ണൻ എനിക്ക് വിശ്വാസം, എന്റെ അണ്ണനെ പോലെ എനിക്ക് വിശ്വാസം. നിങ്ങൾ ആ അണ്ണെന്ന് വിളിക്കുന്നത് മാറ്റി വിളിപ്പിക്കാൻ ആക്കരുത്. പക്ഷേ ഇല്ല മോനു, ഈ മാമനുണ്ട് കേട്ടാ, മാമൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കി തരാവേ. മോനെ കൊച്ചിലെ ഇവന്റെ അക്ഷരൊന്നും തീരെ ശരിയല്ല കേട്ടാ ഇവന്റെ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ടെസ്റ്റ് എന്നെ ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതി. ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോ കുട്ടിയെ ഞാൻ വിളിച്ചറിയിക്കാം. ഇറങ്ങിക്കോ. അയ്യോ വാസുവണ്ണ, ഞാൻ വിളിക്ക് വേണ്ടി കാത്തു നിക്കുവേ. ഉറപ്പായിട്ടും ഇത്രയും വിളിച്ചിട്ട് മടിയായില്ലല്ലേ? ഉറപ്പായിട്ട് ഞാൻ വിളിക്കും. വാസുവണ്ണന്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും കുട്ടി, ഉറപ്പായിട്ടും ഞാനുണ്ട് കൂടെ. റിസൾട്ട് പറയാൻ വരുമ്പോ ആ വേട്ടവളിയെയും കൂട്ടിട്ട് വരരുത്. ഇല്ല, ശ്യാം സിംഗ് ഡോക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കൊച്ചു ഊമയാണാ മോനെ? ഓക്കെ എന്തുവാ പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? കേട്ടത് വേറെ പറഞ്ഞില്ല. ഹലോ ഡോക്ടർ ജാംജിങ് അല്ലേ? അതെ, ഡോക്ടർ ജാംജിങ് ആണ്. മിസ്റ്റർ വാസു, ലോങ് ടൈം നോ സീ. നമുക്കൊരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നേ. എന്താണ്? ഇവിടെ ഗ്യാങ് ഹൗസിൽ ഏതോ ഒരുത്തി വന്നിട്ട് നമ്മുടെ ഗ്യാങ്ങിലുള്ള ഒരു പയ്യന്റെ ഭാര്യയാണ്, കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇല്ല, സംഗതി സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്കൊരു DNA ടെസ്റ്റ് നടത്തണം. അത് ഉച്ചകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളെ കുറിപ്പല്ലേ, നിങ്ങൾക്ക് ഒരിക്കലും ഫേവർ ആവാൻ പോണില്ല. ഓക്കെ എന്തായാലും റിസൾട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കണം. ഉറപ്പായിട്ടും ഞാൻ തിരിച്ചുതരാം. ഓക്കെ ഇത് രണ്ടും ഒരുമിച്ച് ഒരു പ്ലാസ്റ്റിക് കവറിട്ട് പൊതിഞ്ഞുകൊണ്ടാ പോരെ? ആ പേപ്പറിൽ പൊതിഞ്ഞാലും മതി. ഓക്കെ ശരി. ആദ്യം ജാംസിംഗ് ഡോക്ടർ ഇത് റിസൾട്ട് അറിയിക്കട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. രണ്ടു ദിവസമായിട്ട് തൊണ്ടയ്ക്ക് ഒട്ടും റെസ്റ്റ് ഇല്ല. പട്ടിക്കൂട് പണിയുള്ള പൈസ അതല്ലടാ. അയ്യേ, 2 ദിവസമായിട്ട് കിടന്ന് അലച്ചലച്ച് തൊണ്ട പോയെന്നാ പറഞ്ഞത്. പട്ടിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടും. വിവിധ വണ്ടികളുണ്ട് ബാബു.
മലയാളി ഈ തൊണ്ടവേനയിൽ വണ്ടി തുപ്പിയിട്ടുണ്ടോ? എടാ നായ അയ്യേ, ബാബു.